നമസ്കാരം. സംസ്ഥാനത്ത് ഇടതുപക്ഷം വളരെയധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഇടമാണ് വടക്കൻ കേരളം. കഴിഞ്ഞ തവണ ആഞ്ഞടിച്ച രാഹുൽ ഗാന്ധി തരംഗത്തിൽ ഇടത് കേന്ദ്രങ്ങൾ കടപുഴകി വീണെങ്കിലും ഇക്കുറി അതിനെ തടയാനുള്ള സകലവിധ ശ്രമങ്ങളുമാണ് ഇടതുചേരി പയറ്റിയത്. അതേസമയം അത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള അടവുകൾ ഒന്നൊന്നായി UDFും പുറത്തെടുത്തു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അണിയറ നീക്കങ്ങളും പോളിംഗ് കണക്കുകളും വീണ്ടും കൂട്ടിക്കിഴിച്ച് അടിയൊഴുക്കുകൾ നിർണ്ണയിക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് എല്ലാ മുന്നണികളും. തെരഞ്ഞെടുപ്പ് പോരാട്ടം കഴിഞ്ഞുവെങ്കിലും വിധിപ്രഖ്യാപനം വരുന്നതുവരെ ഇവിടുത്തെ നെഞ്ചിടിപ്പ് മാറുകയില്ല. നിയമസഭാ മണ്ഡലങ്ങളിലെ അടിയൊഴുക്കുകൾ പ്രകാരം ഇക്കുറി ഇടതുപക്ഷം തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ് കാസർഗോഡ്. അതേസമയം ഇക്കുറിയാകട്ടെ സ്ഥിതിഗതികൾ ആകെ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഇഫക്റ്റ് കാര്യമായ ഒരു സ്വാധീനവും ഉത്തര കേരളത്തിൽ ഉണ്ടാക്കുകയില്ല. മാത്രമല്ല, ഏകപക്ഷീയമായി UDFന് ലഭിച്ച ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും ഇക്കുറി ഉണ്ടാവുകയില്ല. ന്യൂനപക്ഷങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്ത പാർലമെൻറ്റ് കാലമാണ് ഇപ്പോൾ കടന്നുപോയിട്ടുള്ളത്. ആ സമയത്തെല്ലാം കേരളത്തിലെ UDF MPമാരുടെ പ്രകടനങ്ങൾ വളരെയധികം ദുർബലമായിരുന്നുവെന്ന പൊതുവിലയിരുത്തലാണ് പ്രധാനപ്പെട്ട മുസ്ലിം സാമുദായിക സംഘടനകൾക്ക് എല്ലാം ഉള്ളത്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് ലഭിച്ചത് അപ്രതീക്ഷിത വിജയമായിരുന്നു. UDF ക്യാമ്പുകളെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ആ വിജയത്തിന് പിറകിൽ കേരളമാകെ ആഞ്ഞടിച്ച രാഹുൽ തരംഗവും ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണവുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ഇടത് നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാസർഗോഡ് കർണാടക അതിർത്തി ഗ്രാമങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഹൈന്ദവ വിഭാഗങ്ങൾക്കും ശക്തമായ അടിത്തറയാണുള്ളത്. കഴിഞ്ഞ തവണ ഇവിടെ ശബരിമല അടക്കമുള്ള വിഷയങ്ങളും വിശ്വാസ സംരക്ഷണവും ഒക്കെ ചൂടുപിടിച്ച ചർച്ചകളാക്കി മാറ്റാൻ UDFനും BJPക്കും ഒരുപോലെ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണയാകട്ടെ ആ വിധത്തിൽ വൈകാരിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും ഉയർന്നു വരാത്തതും ഇടതുപക്ഷത്തിന് ഗുണകരമായി മാറുമെന്ന പ്രതീക്ഷയാണ് LDF കേന്ദ്രങ്ങൾക്കുള്ളത്. വടക്കൻ കേരളത്തിൽ ഇടതുപക്ഷം നേരിടുന്ന വെല്ലുവിളി അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ എന്ന ബ്രാൻഡിംഗ് തന്നെയാണ്. കാസർഗോഡ് പെരിയയിൽ നടന്ന ഇരട്ടക്കൊലപാതകത്തെ CPMനെതിരായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ കഴിഞ്ഞ തവണ UDFന് കഴിഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി പെരിയയിൽ നേരിട്ടെത്തി കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിച്ച സംഭവത്തിനന്ന് ദേശീയ പ്രാധാന്യമാണ് ലഭിച്ചിരുന്നത്. കേരള രാഷ്ട്രീയത്തിലെ കരുത്തരായ രണ്ട് നേതാക്കൾ K സുധാകരനും MV ജയരാജനും മുഖാമുഖം ഏറ്റുമുട്ടിയ മണ്ഡലമെന്ന സവിശേഷതയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശക്തമായ പോരാട്ടം അരങ്ങേറിയ ഇടം കൂടിയാണ് കണ്ണൂർ. ഇക്കുറി പോളിംഗ് കഴിഞ്ഞതോടെ പേരാവൂരിലും ഇരിക്കൂറിലും പോളിംഗ് ശതമാനം കുറഞ്ഞത് UDF കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. മുസ്ലിം ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള പേരാവൂരിലും ഇരിക്കൂറിലും പോളിംഗിലുണ്ടായ മന്ദത ഏതു വിധത്തിൽ പ്രതിഫലിക്കുമെന്ന ആശങ്കയിലാണ് മൂന്ന് മുന്നണികളും. ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായക പ്രാധാന്യമുള്ള തീരദേശ മേഖലകൾ ഉൾപ്പെട്ട കണ്ണൂരിലും അഴീക്കോട്ടും ജനവിധി തങ്ങൾക്കനുകൂലമായി മാറുമെന്ന കണക്കുകൂട്ടലിലാണ് UDF നേതൃത്വം. സിറ്റിംഗ് MPയായ K സുധാകരൻ ഇക്കുറി മത്സരത്തിനില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ മത്സര രംഗത്തേക്ക് എത്തുകയായിരുന്നു. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ഭാരിച്ച പ്രവർത്തന ഭാരം തനിക്കുണ്ടെന്ന് സുധാകരൻ പറയുന്നുണ്ടെങ്കിലും മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടുയർന്ന് പ്രവർത്തിക്കുന്നതിൽ MP എന്ന നിലയിൽ സുധാകരൻ വേണ്ടത്ര ശോഭിച്ചിട്ടില്ല എന്ന വിലയിരുത്തലാണ് UDF കേന്ദ്രങ്ങളിൽ വരെ ഉള്ളത്. സുധാകരൻ നടത്തിയ പല പ്രഖ്യാപനങ്ങളും ലീഗ് കേന്ദ്രങ്ങളിലും അസംതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഒന്നൊന്നായി BJPയിലേക്ക് പോകുന്ന സാഹചര്യത്തെ ന്യായീകരിച്ചുകൊണ്ട് സുധാകരൻ പലതവണ നടത്തിയ പ്രതികരണങ്ങളും മണ്ഡലത്തിൽ ഉടനീളം ചർച്ചകളാക്കി മാറ്റാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലമാണ് വടകര. ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന ഇവിടുത്തെ ഫലമറിയാൻ അത്യധികം ആകാംക്ഷയോടെയാണ് കേരളം നിൽക്കുന്നത്. ആവതാഴിയിലെ അവസാന ആയുധം വരെ പുറത്തെടുത്ത ഇവിടെ ഇരു മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലുമാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം വടകര തിരിച്ചു പിടിക്കണമെന്നത് അവരുടെ അഭിമാന വിഷയം തന്നെയാണ്.
ഹാട്രിക് വിജയത്തോടെ കോഴിക്കോട് തൻ്റെ സാന്നിധ്യം ശക്തമായി അറിയിച്ച MK രാഘവൻ തുടർച്ചയായ 4ാം തവണയും മത്സരരംഗത്തിറങ്ങിയപ്പോൾ ആ പടയോട്ടം തടയാൻ CPM നിയോഗിച്ചത് രാജ്യസഭാംഗവും മുതിർന്ന CPM നേതാവുമായ ഇളമരം കരീമിനെയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഇവിടെ ഇരു മുന്നണികളും അവകാശപ്പെടുന്നത് തീർത്ത വിജയം തന്നെയാണ്. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ പരോക്ഷ പിന്തുണയിലും സമസ്തയ്ക്കുള്ളിലെ വിഭാഗീയതയിലും ഇടതുചേരി പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കാന്തപുരം വിഭാഗത്തിൻ്റെ പിന്തുണയും LDFിനൊപ്പം ഉണ്ടാവും. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയെപ്പോലെയുള്ള മുസ്ലിം സംഘടനകൾ MK രാഘവന് അനുകൂല സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. മണ്ഡലത്തിൻ്റെ പൊതുവീക്ഷണവും അടിയൊഴുക്കുകളും തങ്ങൾക്ക് അനുകൂലമാണെന്ന് ഇടത് കേന്ദ്രങ്ങൾ കരുതുമ്പോഴും MK രാഘവന് വ്യക്തിപരമായി സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെയും ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നത്.